2025 2025 പറക്കുന്നതോടി ഒരു സമാധാനം ഉണ്ടാവില്ല. അവര് ശരിയായ ബോധം അവർക്കില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എത്ര ആളാണ് ഇവിടെ നടക്കുക ആരാന്ന് അറിയില്ല. നല്ലൊരു ഈറ്റകാരാന്ന് അറിയാൻ പറ്റില്ല. അവന്റെ പോക്കൽ തപ്പിയവിടെ പോയിട്ട് അന്വേഷിച്ച് തപ്പി ഓരോ മണിയുണ്ടാവും. അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ലോകമൊട്ടുക്കുണ്ട്. ഈ വണ്ടിയിൽ പോയി വെക്കും, ബസ്സിൽ കയറി വെക്കും, പ്ലെയിനിൽ കയറി വെക്കും, കപ്പലിൽ പോയി ഏതിൽ പോയാലും സാധനം അച്ഛനെ അറിയില്ല, അമ്മനെ അറിയില്ല, മക്കളെ അറിയില്ല, ഭാര്യയില്ല. അങ്ങനത്തെ കിട്ടൂല. അധികാരങ്ങൾ തന്നെ പലരും പിടിച്ചു പഠിക്കുകയാണ്. ഇപ്പൊ ഒന്നാറ്റില് ഒരു പറഞ്ഞു മോഡി അംശമൊക്കെ ഒരു ഭരണ പറ്റുള്ളൂ, ഒരു ദർശന പറ്റുള്ളൂ. ഇപ്പത്തെ 2025 എന്താണ് സംഭവിക്കാൻ ദൈവത്തിന് എന്താ അറിയില്ല. ഇനി മനസ്സമാധാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവിടെ ഇവിടെ കൊലക്കും അവിടെ കലക്കും തമ്മിൽ പിടിക്കണോണ്ട് എന്താ പറയണ്ടത്? അത് ഒരാളെ പിടിച്ച ഒരു മുഴുവല്ല ഗവൺമെന്റ് മുഴുവല്ല ഒരു കാര്യമില്ല. അത് അധികാരമെല്ലാം പിടിക്കാൻ സാധിക്കൂല. ഒരാളെ പിടിച്ചാൽ പിടിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. പിടിക്കാതിരുന്നും കാര്യമില്ല. അതിന്റെ വില ഉണ്ട പിടിക്കാം. ഇവിടെ തന്നെ പട്ടാമ്പി രണ്ടാളെ അർത്ഥമില്ല. പട്ടാമ്പി എന്റേതാക്കി അത് ജയിലിൽ കിടക്കും. അപ്പൊ ഇവിടെ മുഴുവന്റെ പരിപാടി ആര് കിട്ടാതെ നടക്കാണ്. അപ്പൊ അതാണ് ഇനിയൊരു സ്വസ്ഥമായിട്ടൂല. ഒരാൾ പറ്റൂല. പണം ഡീറ്റാൽ വെച്ച് കൈ പിടിച്ച് നടക്കാൻ പറ്റൂല ആ കാലഘട്ടം. അല്ല ഇപ്പൊ പണ്ടത്തെ പോലെ കയ്യിലല്ല, ഇപ്പൊ ഫോണിലാണ്. അതും ഉപയോഗം അടിച്ചിട്ട് കുടിച്ചാൽ കൊണ്ടുപോകും. വണ്ടി കയറ്റി കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി കച്ചറായി പോകും. ആ പണം അവന്റെ കച്ചറായി പോകും. കാര്യമില്ല. പണ്ടായി പോയി. പണ്ട് പണമായിട്ട് ഇവരെ പിടിച്ചാൽ തോന്നുക അടിക്ക് പറയാം. എനിക്ക് അതിലൊക്കെ വരുന്നില്ല. അവരെ അപ്പോൾ കട്ടാറിൽ പാലക്കാട്ടും മറ്റോട്ടും ചെങ്ങായിമാർക്കൊണ്ടായിരുന്നു. അവരിതൊക്കെ പോയി ആവണം. അവരെ പിടിച്ചാൽ അവിടെ കുത്തി ഇവിടെ കുത്തി. ഇതിന്റെ കേസായി ഞാൻ ജയിലിൽ പറയുന്നത് 6 കൊല്ലം അല്ലെ 8 കൊല്ലം 5 കൊല്ലം അവരെ കുടിക്കാൻ പോയി. ഈ ലോകരാഷ്ട്രത്തിനെ കുറിച്ചിട്ട് എന്താണ് പ്രശസ്ത നമ്മളെ ക്യാമറ പിടിച്ചിരുന്ന ആളാ. പ്രശസ്ത എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞു അറിയിക്കേണ്ട ആവശ്യമില്ല. അഷറഫുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഇവരെ നാട്ടിലാണ് നമ്മള് നിൽക്കുന്നത്.